ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മേക്ക് ഓവർ വീഡിയോ ഒന്ന് കണ്ടാലോ? എനിക്കിങ്ങനെ പൊതുവെ നമ്മുടെ വീടും ബെഡ്റൂമും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതിങ്ങനെ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൂപ്പറായിട്ട് നമ്മുടെ വീടും എന്താ പറയുക ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീറ്റായിട്ടും ഭംഗിയായിട്ടും ഒക്കെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും ഫീലും ഒക്കെയാണല്ലേ. അങ്ങനെ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൈ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അങ്ങനെ ബെഡൊക്കെ പിടിച്ച് ഞാൻ സെൻറ്ററിലായിട്ടിട്ടേ അതിനുശേഷം ഞാനൊരു സൈഡിലൊരു ടേബിൾ വയ്ക്കുവാണേ. ഇത് ഞങ്ങളുടെ പഴയ ടേബിൾ തന്നെയാണ് കേട്ടോ, ഒന്ന് റീ അറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് കേട്ടോ. 1 ഇയറായിട്ട് എൻ്റെ കാർഡിൽ കിടക്കുമായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് അതൊന്ന് മേടിച്ചത്. കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. എല്ലാ പ്രോഡക്റ്റും കൂടെ വന്ന് ഒരുമിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചേക്കുമായിരുന്നു. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അത് പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ബാക്കിയൊക്കെ മീഷോയിൽ നിന്നും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഒരു 1800 സംതിങ് അടുപ്പിച്ച് ആയിട്ടുണ്ട്. പല റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. മീഷോയിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി ബേസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ റേറ്റിന് വ്യത്യാസം വരുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ ഫ്ലോർ ലാമ്പൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ ഈ ബെഡിൻ്റെ ഈ സൈഡിലോട്ട് ഈ ഒരു കോർണറിലോട്ടാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്ത്. അവിടെ ആകുമ്പോൾ പ്ലഗ് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്കത് ലൈറ്റും കൂടെ കത്തിക്കാൻ എളുപ്പമായിരിക്കും. ലൈറ്റൊക്കെ കത്തിയപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പല ടൈപ്സ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോർ ലാമ്പിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ കുറച്ച് സ്പേസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന നല്ല ഭംഗിയുള്ള ഡെക്കോർ ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലോർ ലാമ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമേ. അങ്ങനെ അതിൻ്റെ സെറ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോവുകയാണേ. ഇനി അടുത്ത നെക്സ്റ്റ് കോർണറിലേക്കാണ് കേട്ടോ. കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോയിൽ നിന്ന് തന്നെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. ഞാനൊരു 2 സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 സെറ്റ് ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ. എങ്ങനെ വെക്കണമെന്നൊക്കെ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏത് മോഡലിൽ വെച്ചിട്ടായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ കുറേ നോക്കലിനും ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു പാറ്റേണിൽ ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ഇത് ഓൾറെഡി ബെഡ്റൂമിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്, വേറൊരു ഭാഗത്ത് ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് അങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് താഴത്തെ ആ കോർണറിലാണ് കേട്ടോ. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഒരു കുഞ്ഞ് സ്റ്റാൻഡിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് മുന്നേ ഞാൻ മേടിച്ച് വെച്ചിരുന്നതായിരുന്നു ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കോർണറും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് മാറ്റിയിട്ട് വേറൊരു സെറ്റപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ മൊത്തം അങ്ങ് മാറ്റിയിട്ടുണ്ടേ. അതിനുശേഷം അവിടെ 2 കുഞ്ഞ് വാൾ ഹാങ്ങിങ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഒരു 2 കുഞ്ഞ് പോട്ടുകൂടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ പോട്ടുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോൾ ഇപ്പുറത്തെ സൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്രെയിംസ് തന്നെ ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ. ഈ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നെങ്കിലും ആക്ച്വലി ഇത് ഞാൻ നല്ലോണം കുറേ ദിവസമൊക്കെ ഇങ്ങനെ ആലോചിച്ച് പ്ലാനിങ് ഒക്കെ നടത്തി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 1-2-3 മണിക്കൂറൊക്കെ ടൈം എടുത്തു കേട്ടോ. വെക്കും മാറ്റും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മാറ്റിയിട്ട് വീണ്ടും റീ അറേഞ്ച് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സൈഡിൽ തന്നെ വീണ്ടും ഞാൻ മീഷോയിൽ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞൻ വാൾ ഡെക്കർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മുടെ ഫ്ലോർ ലാമ്പിൻ്റെ ജസ്റ്റ് മേളിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിത് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടത്തെ ഡബിൾ സൈഡിലുള്ള സ്റ്റിക്കറും കൂടെ അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. വാൾ ഹാങ്ങിങ് ചെയ്ത പ്ലേസിൽ അത് കംപ്ലീറ്റ് ആവാത്ത പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്ത് ഞാനവിടെ ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതും ഓൺലൈനിൽ മേടിച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ ഗ്ലൂ അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൂ വെച്ചിട്ടാണ് ഞാനൊന്ന് സെറ്റ് ചെയ്ത്. അതും കൂടെ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കട്ടനൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ടേ. വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു കോർണറിലും കൂടെ ഒരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് വേറൊരു ടൈപ്പ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആ ഒരു പ്ലാന്റും കൂടെ ഞാനൊരു കോർണറിലോട്ട് അങ്ങോട്ട് ഇത് കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇതേ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മേക്ക് ഓവർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. ബെഡിൻ്റെ സൈഡിലെ ടേബിളിലും കൂടെ ഞങ്ങളുടെ ഒരു ഫോട്ടോയും ഒരു ഫ്ലവർ പോട്ടും കൂടെ ഞാൻ അവിടെയും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മേക്ക് ഓവർ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച കണക്ക് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു ബെഡിൻ്റെ സൈഡിലിരുന്ന ഒരു 2 കാർപ്പറ്റ് കൂടെ മേടിച്ച് ഇടണം. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടെ കിട്ടിയിട്ട് അതുകൂടെ എനിക്ക് ഈ 2 സൈഡിലോട്ടും ഇട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രീതിയിലുള്ള ആ ഒരു മേക്ക് ഓവർ ഓൾമോസ്റ്റ് അല്ല ഫുള്ള് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സാധനം കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു ഇത് റൂമിൻ്റെത് ഫിനിഷ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ.